ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം റസീദ് മധുസൂദനൻ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നതിന് മുന്നേ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. രേഖാചിത്രം, സംവിധാനം ജോഫിൻ ടി ചാക്കോ, നിർമ്മാണം വേണു കുന്നപ്പള്ളി, മെയിൻ റോളുകൾ ചെയ്തിരിക്കുന്നത് ആസിഫ് അലി, അനശ്വര രാജൻ, മനോജ് കെ ജയൻ തുടങ്ങിയവർ. എനിക്ക് ഈ ചിത്രത്തെ പറ്റി ഒരു റിവ്യൂ പറയാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഞാനും ഇതിനകത്ത് വളരെ കുഞ്ഞു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ തന്നത് ഈ ഫിലിമിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു സാറാണ്. ഷിബു സാറിനോടുള്ള ആ ഒരു കടപ്പാട്, വളരെ കുഞ്ഞു റോളാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുഖം ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ. അപ്പൊ ആ ഒരു സ്വപ്നത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയത് ഷിബു സാറാണ്. അപ്പം അദ്ദേഹത്തോടുള്ള ആ ഒരു കടപ്പാട് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ സിനിമയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് മൂവിയാണ്. ത്രില്ലർ എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു ഫിലിം നമുക്ക് ഒരിക്കലും ത്രില്ലർ സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു നോർമൽ സ്ലോ പേസിൽ പോകുന്ന ഒരു മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ്. ആൻ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നാണ് ഇതിന്റെ ടാഗ് ലൈൻ അവർ അണിയറ പ്രവർത്തകർ കൊടുത്തിരിക്കുന്നത്. ആ ടാഗ് ലൈനോട് 100% നീതി പുലർത്തുന്ന രീതിയിലാണ് ഈ ഫിലിം അവർ അണിയിച്ചൊരുക്കിയേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ദ പ്രീസ്റ്റിന് ശേഷം, മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റിന് ശേഷം ജോഫിൻ സാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈല് വളരെ മനോഹരമാണ്. അതിന്റെ സ്ക്രിപ്റ്റ് വന്നിട്ട് ജോൺ മന്ത്രിക്കലാണ്. സ്ക്രിപ്റ്റ് പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് ആണ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കൊല ആരാണെന്ന് ഓൾറെഡി ആദ്യം തന്നെ റിവീൽ ആവുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഈ ഫിലിം ചെയ്യുന്നത്, കൊലയാളികളിലേക്ക് ഏതൊക്കെ രീതിയിൽ എത്തിപ്പെടുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അത് മേ ബി സ്ക്രിപ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മേക്കിംഗ് കുറച്ച് പോരായ്മ വന്നിരുന്നുണ്ടെങ്കിൽ സിനിമ കുറച്ചൊരു ബോറായിട്ട് തോന്നാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ മികച്ച സ്ക്രിപ്റ്റും മികച്ച ഡയറക്ഷനും കൊണ്ടിട്ട് ആ ഒരു പോരായ്മ മറികടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ ചില ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവര് എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിലേക്ക് ഇത് എത്തിയില്ല എന്നുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇവരൊരു ത്രില്ലർ ഫിലിം ഒക്കെ, ഇപ്പൊ നമ്മുടെ തലവൻ ഒക്കെ പോലത്തെ ത്രില്ലർ ഫിലിം ഒക്കെ എക്സ്പെക്ട് ചെയ്തായിരിക്കും പോയത്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ, ഞാനപ്പോ എന്നെ അറിയാവുന്നവരോട് എന്നോട് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ത്രില്ലർ ഫിലിം ഒന്നും എക്സ്പെക്ട് ചെയ്ത് പോകരുത്. പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ഒരിക്കലും നിരാശരാകില്ല. നോർമൽ ഒരു ഫിലിം, അത് ഇപ്പോഴത്തെ ആസിഫ് അലിയുടെ ട്രെൻഡിനനുസരിച്ച് ഉള്ള ഒരു നല്ലൊരു ഫിലിം ആയിരിക്കും. നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് പോകുന്ന ഫിലിം ആയിരിക്കും. പിന്നെ ഇത് നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള ഒരു സാധനമാണ്. അതായത് 85-ല് റിലീസായ മമ്മൂട്ടി സാറിന്റെ കാതോട് കാതോരം എന്ന ഫിലിം നമുക്ക് എല്ലാവർക്കും ഒരുപാട്, അങ്ങനത്തെ ദേവദൂതർ പാടി എന്ന പാട്ടൊക്കെ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ളതാണ്. അപ്പൊ ആ ഒരു ഫിലിമിന്റെ ലൊക്കേഷനിൽ നടക്കുന്ന ഒരു ക്രൈം, ആ ക്രൈമും റീസെന്റ് 40 വർഷത്തിന് ശേഷം ഇപ്പൊ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്. അതിലേക്ക് ഈ പറയുന്ന വിവേക് എന്നാണ് ആസിഫ് അലിയുടെ ക്യാരക്ടറിന്റെ പേര്, CI ആണ്. അപ്പൊ ആ ഒരു ക്യാരക്ടർ അതിലേക്ക് എത്തിപ്പെടുന്ന പല നിമിത്തങ്ങള്, പല ലക്ഷണങ്ങൾ, പല ക്ലോസ് വെച്ചിട്ട് അദ്ദേഹം അതിലേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് പ്രതിബന്ധങ്ങളൊക്കെ അദ്ദേഹം നേരിടുന്നുണ്ട്. പക്ഷെ മികച്ച രീതിയിൽ അത് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തിരക്കഥയും സ്ക്രിപ്റ്റും പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിന്റെ മ്യൂസിക് ആൻഡ് BGM വന്നിട്ട് മുജീബ് മജീദ് ആണ്. അദ്ദേഹം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, BGM ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലത്തെ ഒരു സ്ലോ പേസ് പടത്തില് ആ BGM എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. പല സീനുകളും ഒന്ന് താഴ്ന്നു പോകാൻ സാധ്യതയുള്ളപ്പോൾ BGM ആണ് താങ്ങി നിർത്തേണ്ടത്. സോ മുജീബ് മജീദ് അതിന്റെ ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ അതിന്റെ BGM-ഉം മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ സിനിമാറ്റോഗ്രഫി അപ്പു പ്രഭാകറാണ്. അപ്പു സാറിന്റെ ആ ഒരു പുള്ളിയുടെ ആ ഒരു കാലിബർ ഞാൻ നേരിട്ട് കണ്ടതാണ്. പെർഫെക്റ്റ് ആണ്. അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആണ് ആ മനുഷ്യൻ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നതിൽ. പെർഫെക്റ്റ്, ഓരോ ഫ്രെയിംസും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് എന്ന പടവും അതിന്റെയും സിനിമാറ്റോഗ്രാഫർ അപ്പു സാറ് തന്നെയായിരുന്നു. അതുപോലെ ഇതിന്റെ എഡിറ്റിംഗ് വന്നിട്ട് ഷമീർ മുഹമ്മദാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ ഒരുമാതിരിപ്പെട്ട ഹിറ്റായ എല്ലാ പടങ്ങളുടെ എഡിറ്റർ അദ്ദേഹം തന്നെയായിരിക്കും. ഫ്രെയിം ബൈ ഫ്രെയിം അദ്ദേഹം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഗംഭീരമാണ്. ഒറ്റ സീനിൽ അല്ല ഒറ്റ ഫ്രെയിമിൽ പോലും നമുക്ക് ബോർ അടിക്കുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഇതിന് മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ കോസ്റ്റ്യൂംസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു ബിഗ് ബഡ്ജറ്റ് മൂവി കൂടെയാണ്. അത് തീർച്ചയായിട്ടും അതിനകത്ത് കാണാനുണ്ട്. ഒരുപാട് ലൊക്കേഷൻസ് മൂവി കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ തന്നെ ഒരു 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 എന്താ അന്വേഷണാത്മകമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഫിലിമാണ്. സ്ലോ പേസ് ആണ്. അപ്പൊ അത് പ്രതീക്ഷിച്ച് തന്നെ ഒരിക്കലും നിങ്ങൾ നിരാശരാകില്ല. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിനകത്ത് ഒരു കുറച്ച് സസ്പെൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല സസ്പെൻസ് ആണ്. അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അത് തിയേറ്ററിൽ പോയി സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പം ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ. നിങ്ങൾ ഒരിക്കലും നിരാശരാകില്ല ഈ ഒരു ഫിലിമിന്റെ കാര്യത്തിൽ. അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. എല്ലാം കൊണ്ടും നല്ല പോസിറ്റീവ്സ് മാത്രമുള്ള ഒരു സിനിമയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഓവർ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ഭയങ്കര ഒരു ക്രൈം ത്രില്ലർ ആണ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതി എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി നിങ്ങൾ നിരാശരാകാൻ സാധ്യതയുണ്ട്. എന്നോട് 1-2 പേര് അത് സൂചിപ്പിക്കുകയും ചെയ്തു. സോ നല്ലൊരു മൂവി, അത് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ യൂത്തിനാണെന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സോ എല്ലാവരും ഇന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണുക. ഒരിക്കലും നിങ്ങൾ നിരാശരാകില്ല. പിന്നെ ഇതിന്റെ ഇപ്പോഴത്തെ 4 ദിവസത്തെ ഏകദേശം ഒരു ഇത് വന്നിട്ടുണ്ട്. എന്താ പറയുന്നത്, ആഗോള തലത്തിൽ ഫിലിം കളക്ട് ചെയ്ത ഒരു ഗ്രോസ് എമൗണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം 30 കോടി അടുപ്പിച്ച് ഓൾറെഡി കളക്ട് ചെയ്തു എന്നാണ്. ഓൾറെഡി ഇത് വിശ്വസനീയമായ കിട്ടിയതാണ്, അല്ലാതെ വേറെ ഫിലിം ഗ്രൂപ്പ്സിൽ നിന്നും ഒന്നുമല്ല. ഞങ്ങളുടെ തന്നെ, ഞാൻ ഈ ഫിലിമിൽ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ആ ഒരു വിശ്വസനീയമായ രീതി കിട്ടിയത് തന്നെയാണ്. ഏകദേശം 28 കോടിയോളം അടുക്കും 4 ദിവസത്തെ കളക്ഷൻ. സോ തീർച്ചയായിട്ടും ഇത് ഈ വർഷത്തെ ആദ്യത്തെ ഒരു സൂപ്പർ ഹിറ്റായിട്ട് തന്നെ മാറും, യാതൊരു സംശയവുമില്ല. അപ്പൊ എല്ലാവരും ധൈര്യപ്പെട്ട് ടിക്കറ്റ് എടുത്തോളൂ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. സപ്പോർട്ട് ചെയ്യുക. എനിക്ക് എൻ്റെ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ, അടുത്തൊരു പടം റിലീസിന് ഒരുങ്ങുന്നു, അതുപോലെ 3ാമത്തെ ഒരു പടം ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സിനിമാ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.